ഹായ്, ഞാൻ സജി ജെ മോഹൻ, കേരള വനം വന്യജീവിപ്പിൻ്റെ സർപ്പ എന്ന സംവിധാനത്തിൻ്റെ ആലപ്പുഴ ജില്ലാ ഫെസിലിറ്റേറ്ററാണ്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴയിൽ കരൂർ എന്ന സ്ഥലത്ത് ഒരു വലയിൽ കുരുങ്ങിയ അണലിയെ റെസ്ക്യൂ ചെയ്യാൻ വന്നതാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ റെസ്ക്യൂ വീഡിയോ. അതെ അമ്മേ, അതെ. അപ്പോൾ ഇതാ നമുക്ക് കാണാം സാധനത്തിന്. അത് ഓൾറെഡി വലയിൽ നല്ല രീതിയിൽ ഉടക്കി കിടക്കുവാണ്. അത്യാവശ്യം നല്ല സൈസുള്ള ഒരു അണലിയാണ്. നല്ല കുരുക്ക രക്ഷപ്പെട്ട് തലയാകത്തോണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ അതിൻ്റെ തല ഈ പൈപ്പിനകത്തേക്ക് ആക്കാനുള്ള ശ്രമമാണ്. ആക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് റെസ്ക്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ഈ പൈപ്പിനകത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സേഫാണ്. വളരെ ക്ഷമയോടെ ചെയ്യേണ്ട ഒരു പരിപാടിയാണ് ഈ പൈപ്പിൽ കയറ്റുക എന്നുള്ളത്. അത് റെസ്ക്യൂ ചെയ്യുമ്പോൾ എല്ലാ റെസ്ക്യൂർമാർക്കും നേരിടുന്ന ഒരു വലിയൊരു പ്രശ്നം കൂടാണ് ഇതിനെ ഈ പൈപ്പിൽ കയറ്റുക എന്നുള്ളത്. കുറച്ച് ഭാഗത്ത് വരും. അപ്പം നമ്മൾ പാമ്പിനെ പൈപ്പിനകത്ത് കയറ്റിയിട്ടുണ്ട്. അത് അതിനകത്ത് കാണാം. അപ്പോൾ ഇനിയിപ്പോൾ ഇനിയേ നമുക്ക് റെസ്ക്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതാണ് റിസ്ട്രെയിനിങ് മെത്തേഡ് എന്നാണ് ഈ മെത്തേഡിന് പറയുന്നത്. നമ്മളെപ്പോഴും എടുക്കുമ്പോൾ ആ പാമ്പിൻ്റെ സൈസിനനുസരിച്ചുള്ള പൈപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പാമ്പ് തിരികെ വരില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പിച്ചിട്ടാണ് റെസ്ക്യൂ ചെയ്യുന്നത്. ഇത് കേരള വനം വന്യജീവി വകുപ്പിൻ്റെ നിയന്ത്രണത്തിലുള്ള സർപ്പ എന്ന സ്നേക്ക് റെസ്ക്യൂ വോളണ്ടിയറി സർവീസാണ്. ഇതൊരു സന്നദ്ധ പ്രവർത്തനമാണ്. നിലവിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 2000-ന് മേളിൽ റെസ്ക്യൂർമാർ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ആലപ്പുഴ ജില്ലക്കാരനാണ്. ആലപ്പുഴ ജില്ലയിൽ ഇത്തരം റെസ്ക്യൂകൾ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ജില്ല വിട്ടുള്ള റെസ്ക്യൂകൾ നമ്മൾ ചെയ്യുന്നില്ല. എങ്കിലും അത്തരത്തിലുള്ള ഇൻഫർമേഷൻ കിട്ടിയാൽ അതാത് ജില്ലാ ഫെസിലിറ്റേറ്റർമാർക്ക് നമ്മളിത് ഹാൻഡ് ഓവർ ചെയ്തിട്ടാണ് നിലവിലെ റെസ്ക്യൂ നടന്നുകൊണ്ടിരിക്കുന്നത്. പൊതുജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന മാൻ ആൻഡ് അനിമൽ കോൺഫ്ലിക്റ്റ് എന്ന പോലെ മാൻ ആൻഡ് സ്നേക്ക് കോൺഫ്ലിക്റ്റ് ലഘൂകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വനം വകുപ്പിൻ്റെ വളരെ നല്ലൊരു സംരംഭമാണ്. നിലവിൽ 4 വർഷത്തോളമായി ഞാനിതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആളാണ്. പക്ഷേ റിസ്ക്കുള്ളൊരു ജോലിയാണ്. എങ്കിൽ തന്നെയും മാക്സിമം സുരക്ഷ എന്ന ഒരു കൺസെപ്റ്റിലാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ ഒരു സംവിധാനം തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതുവഴി ആ ജീവിക്കുണ്ടാകുന്ന അപകടത്തെ കുറയ്ക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിൽ ചെയ്യുന്നത്. ഇനി വേണം ക്ലോസറ്റ്. അപ്പോൾ ഏകദേശം നമ്മൾ പാമ്പിനെ അതിൽ നിന്ന് റിലീസ് ചെയ്തിട്ടുണ്ട്.
കണ്ടോ അവൻ്റെ ദേഷ്യം കണ്ടോ, ആ വലയെ കുരുങ്ങി കിടന്നതിൻ്റെ ആ ഒരു ദേഷ്യം കൂടെ ഉണ്ടോ. ഓക്കെ കേറിക്കോ കേട്ടടാ. ഓക്കെ സെറ്റ്. വേദനിച്ച് കിടക്കുമല്ലോ. വേദനിച്ച് കിടക്കുകയല്ലേ. അപ്പോൾ നമ്മളതിൻ്റെ റെസ്ക്യൂ പൂർത്തിയാക്കിയിട്ടുണ്ട്. റെസ്ക്യൂ പൂർത്തിയാക്കിയെങ്കിലും നമ്മളിനി അടുത്ത ഒരു സ്റ്റെപ്പ് കൂടെ ഉണ്ട്. ഇതിനെ ലോക്ക് ചെയ്യണം. അതുവരെയും അതൊരു സേഫ് അല്ല. ഓക്കെ അപ്പോൾ താങ്ക് യു.